കൊടുവള്ളി മേഖല സൈബർ തട്ടിപ്പിന്റെ ഹോട്ട്സ്പോട്ടാണ് എന്നാണ് ആഭ്യന്തര വകുപ്പിന് ലഭിച്ചിരിക്കുന്ന രഹസ്യാന്വേഷണ വിവരം. അത്തരമൊരു പോലീസ് റിപ്പോർട്ട് ഗൗരവതരമായി സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിരിക്കുകയാണ്. തട്ടിപ്പ് പണം ഭീകര പ്രവർത്തനത്തിനും ലഹരിക്കടത്തിനും ഉപയോഗിക്കുന്നുണ്ട് എന്ന അതിഗൗരവതരമായ കണ്ടെത്തലാണുള്ളത്. അന്വേഷണം കേന്ദ്ര ഏജൻസികൾക്ക് കൈമാറാനാണ് ഇപ്പോഴത്തെ തീരുമാനം. ആർ അനന്തകൃഷ്ണനുണ്ട്. അനന്തൻ, ഈ കേന്ദ്ര ഏജൻസികളിലേക്ക് അന്വേഷണം കൈമാറുന്നു എന്ന് പറയുമ്പോൾ കൊടുവള്ളിയിൽ സംഭവിച്ചത് എന്താണ്, അതിന്റെ വ്യാപ്തി എത്രത്തോളം വലുതാണ്, എന്താണ് കേരള പോലീസിന്റെ വിലയിരുത്തൽ? എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസി കൈമാറുന്നു? ഇവിടെ രാഷ്ട്രീയ ഇടപെടൽ ഉൾപ്പെടെ ആ സാധ്യത കൂടി മറികടക്കുന്നതിന് കൂടിയാണോ? കൊടുവള്ളിയെക്കുറിച്ച് ഇല്ലാ കഥകൾ പ്രചരിപ്പിക്കുക, അത് വിവാദമാക്കുക, അത് മീഡിയയിലും പത്രത്തിലും പ്രാധാന്യത്തോടു കൂടി വരിക, അതുമായി ബന്ധപ്പെട്ട് പിന്നീട് അന്തിച്ചർച്ചയ്ക്കിരിക്കുക സാധാരണഗതിയിൽ കേരളത്തിലെ ചാനലുകാർ ചെയ്യുന്ന ഒരു പ്രവർത്തനമാണ്. ഏതൊരു വിഷയത്തെയും ആസ്പദമാക്കിയിട്ട് അതിന് കൊടുവള്ളിക്കൊരു ടച്ച് കൊടുക്കുക എന്നുള്ളത് വലിയ വാർത്താ പ്രാധാന്യമുള്ള വിഷയമാണ് എന്നതിനാൽ വലിയ തരത്തിൽ ആ വിഷയം ചർച്ച ചെയ്യാറുണ്ട്. മീഡിയകൾ വല്ലാത്ത രീതിയിൽ അത് ആഘോഷിക്കാറുണ്ട്. ഇപ്പോൾ വന്നിരിക്കുന്നത് കുറച്ചും കൂടി കടുന്ന കൈയാണ്, അറ്റ കൈ എന്നൊക്കെ പറയുന്ന പോലെ. കൊടുവള്ളി മേഖല സൈബർ തട്ടിപ്പിൻ്റെ ഹോട്ട്സ് ഹബ്ബായി മാറിയിരിക്കുന്നു. തട്ടിപ്പിൻ്റെ പണം ഭീകരപ്രവർത്തനത്തിനും ലഹരിക്കടത്തിനും ഉപയോഗിക്കുന്നു. മനോഹരമായിരിക്കുന്ന വാക്കുകൾ എവിടെയും കൊള്ളിക്കാൻ പറ്റും. പുറമുള്ള ആൾ കേൾക്കുന്ന സമയത്ത് ഇതൊരു യാഥാർത്ഥ്യമാണ് എന്ന് വിശ്വസിക്കുകയും ചെയ്യും. കേന്ദ്ര ഏജൻസിക്ക് ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷണം കൈമാറാൻ വേണ്ടി ആഭ്യന്തര വകുപ്പ് റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു എന്നാണ് ഈ ചാനലിൽ പറയുന്നത്. അതിൻ്റെ യാഥാർത്ഥ്യം എന്താണെന്ന് അറിയില്ല. അപ്പം അങ്ങനെ നോക്കുന്ന സമയത്ത് ഈ ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് സമർപ്പിക്കപ്പെട്ടത് ഇപ്പോൾ ആരാണ്? ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തിന് സമർപ്പിച്ചു. ശരി, ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ടൊക്കെ എങ്ങനെയാണ് കിട്ടിയത്? എവിടെ നിന്നാണ് കിട്ടിയത്? ഏത് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ടാണ്? അത് നമ്മളൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. ഇത്തരം ഒരു സംഭവം നൽകുന്ന സമയത്ത് ആഭ്യന്തര വകുപ്പ് ഇപ്പോൾ കേരളത്തിലെ പുതിയ UDF സംവിധാനമാണ് ഭരിക്കുന്നത്. അപ്പോൾ കൃത്യമായ രീതിയിൽ പോലീസ് മേഖലയിൽ നിന്നോ ബന്ധപ്പെട്ട ഉദ്യോഗ സ്ഥലത്തിൽ നിന്നോ റിപ്പോർട്ട് പോയിട്ടുണ്ടാവും. ആ പോയിന്റ് അടിസ്ഥാനത്തിലായിരിക്കും ഇങ്ങനെ ആഭ്യന്തര വകുപ്പ് കൈമാറ്റം ചെയ്യാൻ വേണ്ടി സാധിക്കുന്നത് എന്നാണ് ഇത് നമ്മൾ കൂട്ടി വായിക്കേണ്ടത്. അപ്പോൾ ആഭ്യന്തര വകുപ്പിന് ഈ അന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് കാര്യങ്ങളൊന്നും നടക്കില്ല എന്നാണോ, അല്ലെങ്കിൽ അവരെയും മേലെയാണ് ഈ പറയപ്പെട്ട വ്യക്തികൾ എന്നാണോ, അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പ് അന്വേഷിച്ചിട്ടില്ല എന്നാണോ? അതേക്കുറിച്ചൊരു കൃത്യത വരുത്തുന്നുണ്ട്. കാര്യം എന്ന് പറഞ്ഞാൽ കൊടുവള്ളി എന്ന് പറയുന്ന സമയത്ത് ഒരു പ്രദേശമാണ്, ഒരു നഗരമാണ്, ഒരുപാട് മനുഷ്യന്മാർ ജീവിക്കുന്ന സ്ഥലമാണ്, അറിയപ്പെട്ട പ്രദേശമാണ്, രാഷ്ട്രീയത്തിലൊക്കെ വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെടുന്ന ഒരു ഭാഗം കൂടിയാണ് കൊടുവള്ളി എന്ന് പറയുന്നത്. അപ്പോൾ ഒരു നാടിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു പ്രവർത്തനമാണ് ഇപ്പോൾ യഥാർത്ഥത്തിൽ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ മനസ്സിലാക്കാൻ വേണ്ടി പറ്റുന്നത്. കാര്യം ഇങ്ങനത്തെ ഒരു സംഭവങ്ങളൊന്നും ഈ മേഖലയിൽ ഏതെങ്കിലും തരത്തിൽ റിപ്പോർട്ട് ചെയ്തതായിട്ട് ഒറ്റപ്പെട്ടത് ഉണ്ടാവാം, എല്ലാ പ്രദേശത്തും ഉള്ളതുപോലെ ഉണ്ടാവാം. അതല്ലാത്ത രീതിയിൽ കൊടിയ രീതിയിൽ ഭീകര പ്രവർത്തനങ്ങൾ പിന്നീട് അത് ലഹരിക്ക് ഉപയോഗിക്കുന്നു എന്ന തരത്തിലൊക്കെ ഒരു അടിസ്ഥാനത്തിലും പറയാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ ഇത്തരം ഒരു വിഷയം ഉണ്ടാകുന്ന സമയത്ത് യഥാർത്ഥത്തിൽ MLA ആണ് പ്രതികരിക്കേണ്ടത്. ഈ വിഷയത്തിൽ ആഭ്യന്തര വകുപ്പിനോട് റിപ്പോർട്ട് തേടണം. അപ്പോൾ ആ ഒരു ഉത്തരവാദിത്വം ആര് ചെയ്യണം? കൊടുവള്ളിയിലെ MLA നിർബന്ധമായിട്ട് ചെയ്യേണ്ടതാണ്. മുനിസിപ്പാലിറ്റിക്ക് അതിന് ഉത്തരവാദിത്തമുണ്ട്. കൊടുവള്ളിയുടെ മുനിസിപ്പാലിറ്റി ഈ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടൽ നടത്തണം. എവിടെ നിന്നാണ് ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് കിട്ടിയത്, ഏതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നുള്ളത് പരിശോധിക്കണം. അപ്പോൾ നിയമവിരുദ്ധമായിരിക്കുന്ന ഒരുപാട് പ്രവർത്തികൾ നമ്മുടെ സമൂഹത്തിൻ്റെ ഇടയിലുണ്ട് എന്നുള്ളത് കൃത്യമാണ്. അതിൽ നമ്മൾ നോക്കുന്ന സമയത്ത് ഹവാല കേസുണ്ടാവാം, സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടാവാം, MDMA മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടാവാം, ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട കേസുണ്ടാവാം. ഈ കേസുകളെല്ലാം, ഇത് ഏറ്റവും ക്രിമിനൽ പാശ്ചാത്തലമുള്ള ഈ കേസുകൾ കേരള സംസ്ഥാനത്തിൻ്റെ ഏകദേശം 25 സ്റ്റേഷൻ അല്ലെങ്കിൽ ജില്ലാടിസ്ഥാനത്തിൽ നമ്മൾ പരിശോധിച്ചിട്ട് അവിടെ എവിടെയും കൊടുവള്ളിയുടെ പേര് കാണാൻ വേണ്ടി സാധിക്കുന്നില്ല. ഹവാല കേസിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്ത് 2020-25 കാലത്ത് രജിസ്റ്റർ ചെയ്യപ്പെട്ട ലിസ്റ്റ് കാര്യങ്ങൾ നോക്കുന്ന സമയത്ത് അതിൽ കരിപ്പൂരിലുണ്ട്. ഹവാല കേസുമായിട്ട് ബന്ധപ്പെട്ട് കരിപ്പൂർ, കൊണ്ടോട്ടി, നിലമ്പൂർ, പെരിന്തൽമണ്ണ, കാസർഗോഡ്, ഫോർട്ട് കൊച്ചി, മട്ടാഞ്ചേരി, നെടുമ്പാശ്ശേരി, തമ്പാനൂർ, പാലാരിവട്ടം, ഇങ്ങനെ ലിസ്റ്റ് പോകുന്നു. എവിടെയും കൊടുവള്ളിയില്ല. ഇനി സ്വർണ്ണ വേട്ടയുമായിട്ട് ബന്ധപ്പെട്ട കാര്യം അല്ലെങ്കിൽ സ്വർണ്ണ കടത്തുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ വരുന്നത് പ്രധാനമായ രീതിയിൽ 4 എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് കാര്യമായിട്ട് വരുന്നത്. നെടുമ്പാശ്ശേരി ആണെങ്കിൽ അങ്ങനെ, കോഴിക്കോടാണ് അങ്ങനെ, കണ്ണൂരാണ് അങ്ങനെ, തിരുവനന്തപുരമാണ് എയർപോർട്ട് കേന്ദ്രീകരിച്ചാണ് ഈ കാര്യങ്ങൾ സ്വർണ്ണ വേട്ടയുമായിട്ട് ബന്ധപ്പെട്ട് വരാറുള്ളത് കൂടുതലും. പിന്നെ MDMA പിടികൂടിയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ പരിശോധിച്ച് നോക്കുന്ന സമയത്ത് കൊടുവള്ളി പോലീസ് രജിസ്റ്റർ ചെയ്ത് അപൂർവമായിരിക്കുന്ന കേസാണ്. ഉണ്ടെങ്കിൽ തന്നെ കേരള സംസ്ഥാനത്തിൽ മൊത്തത്തിൽ എടുത്തു നോക്കുന്ന സമയത്ത് 25 പോലീസ് സ്റ്റേഷന്റെ പരിധിയിൽ പോലും കൊടുവള്ളിയുടെ പേര് കാണാൻ പോലും സാധിക്കുന്നില്ല. ക്രിപ്റ്റോ കറൻസിയുടെ സ്ഥിതി അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ക്രിമിനൽ പശ്ചാത്തലമുള്ള 4 കേസുകൾ നമ്മൾ പരിശോധിച്ചിട്ട്
അതിലെവിടെയും കൊടുവള്ളിയുടെ ഒരു പേര് ഇല്ലാതിരിക്കെ ആദ്യം പറയുന്നത് കൊടുവള്ളിയുടെ പേരാണ്. എന്താ, കൊടുവള്ളി മേഖല സൈബർ തട്ടിപ്പിൻ്റെ ഹോട്ട്സ് സ്പോട്ടായിട്ടുണ്ട്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട വിവാദം, അതുമായിട്ട് ബന്ധപ്പെട്ട അന്തിച്ചർച്ച, അങ്ങനെ പോകുന്ന ഒരു വല്ലാത്തൊരു പരിതസ്ഥിതിയിലേക്ക് കൊടുവള്ളിയെ കൊണ്ട് എത്തിക്കുകയാണ്. ഇതിൽ PK ഫിറോസ് എന്ന് പറയുന്ന MLA കുറ്റമറ്റ മൗനം വല്ലാത്ത രീതിയിൽ അപകടം ചെയ്യുന്നതാണ്. അപ്പോൾ ഒരേ വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ ഒരു നാടുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നാടിനെ ചേർത്ത് പറയുന്ന സമയത്ത് അതിൻ്റെ യാഥാർത്ഥ്യത എന്താണ് എന്നുള്ളത് അന്വേഷിക്കേണ്ടതും അത് ബോധ്യപ്പെടുത്തേണ്ടതും ജനങ്ങളോട് അത് പറഞ്ഞു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഫിറോസിനുണ്ട്. ഫിറോസിന് ആഭ്യന്തര വകുപ്പിനോട് ചോദിക്കാമല്ലോ, എൻ്റെ മണ്ഡലത്തിൽപ്പെട്ട അല്ലെ എൻ്റെ മണ്ഡലത്തിൻ്റെ പേരാണ് കൊടുവള്ളി, ആ പ്രദേശത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഒരു അന്വേഷണം നടക്കുന്നുണ്ടല്ലോ, ഏത് റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ്, എത്ര കേസുകൾ കൊടുവള്ളി പോലീസ് സ്റ്റേഷനിൽ ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് എന്നുള്ളത് അന്വേഷിക്കാമല്ലോ. ഫിറോസിനെ അന്വേഷിക്കാം, മുനിസിപ്പാലിറ്റിനെ അന്വേഷിക്കാം, ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടികളെ അന്വേഷിക്കാം. കേരളത്തിലെ കൊടുവള്ളിയിൽ പരമാവധി രാഷ്ട്രീയ പാർട്ടികളുണ്ട്, അവർക്കൊക്കെ അന്വേഷിക്കാം. സ്റ്റേഷനിൽ പോയിട്ട് ഇത്ര വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചർച്ച ചെയ്യുന്നുണ്ട്, എന്തെല്ലാം കേസുകളാണ്, എത്ര കേസ്, അവാല കേസുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു, അതേപോലെ സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു, MDMA ബന്ധപ്പെട്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു, ക്രിപ്റ്റോ കറൻസിയുമായിട്ട് ബന്ധപ്പെട്ട് എത്ര കേസ് രജിസ്റ്റർ ചെയ്തു. സ്വാഭാവികപരമായ രീതിയിൽ MLAക്ക് ചോദിക്കാം, മുനിസിപ്പാലിറ്റി ചോദിക്കാം, രാഷ്ട്രീയ പാർട്ടികൾക്ക് ചോദിക്കാം, സാമൂഹ്യ സംഘടനകൾ ചോദിക്കാം, വ്യക്തികൾക്ക് ചോദിക്കാം. ഒന്ന് അന്വേഷിച്ച് നോക്കൂ. ഞാൻ 10-25 പരിശോധിച്ചിട്ട്, സംസ്ഥാന അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് ഒരു 25 രജിസ്റ്റർ ചെയ്യപ്പെട്ട പ്രദേശത്തിൻ്റെ പേര് നോക്കുന്ന സമയത്തും അതിലെവിടെയും ആരെ കാണാൻ സാധിക്കുന്നില്ല, കൊടുവള്ളിയുടെ പേരില്ല. പിന്നെ എങ്ങനെയാണ് ഇത് കിട്ടിയത്? ആഭ്യന്തര വകുപ്പിന് ഈ റിപ്പോർട്ട് എങ്ങനെ കിട്ടി എന്നുള്ളത് നമ്മൾ തീർച്ചയായിട്ടും അറിയേണ്ടതുണ്ട്. ശരിക്കും കൃത്യമായ രീതിയിൽ ആഭ്യന്തര വകുപ്പ് അത് അന്വേഷിക്കണം. അന്വേഷിച്ചിട്ട് ആ കുറ്റവാളിയെ പുറത്തു കൊണ്ടുവരണം, അവരെ പിടികൂടണം, ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യണ്ടേ. അപ്പോൾ ആഭ്യന്തര വകുപ്പ് പൂർണ്ണമായിരിക്കുന്ന പരാജയം എന്ന് പറയുന്നിടത്തേക്കല്ല ഈ കാര്യങ്ങൾ പോകുന്നത്. നാടിനെ ബന്ധപ്പെടുത്തിക്കൊണ്ട് സ്പർശിച്ചുകൊണ്ട് ഒരു റിപ്പോർട്ടുകളൊക്കെ തയ്യാറാക്കുന്ന സമയത്ത് വളരെ കൃത്യതയോടുകൂടി അത് പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അത് വലിയ പ്രയാസമാണ്. നാടിനത് ചീത്തപ്പേരുണ്ടാക്കുന്ന കാര്യം സംശയമൊന്നുമില്ല. അപ്പോൾ സ്വർണ്ണക്കടത്ത് നമ്മൾ പറഞ്ഞു എയർപോർട്ട് കേന്ദ്രീകരിച്ചു കൊണ്ടാണ്. അങ്ങനെയാണല്ലോ. ഇനി അന്യ സംസ്ഥാന തൊഴിലാളികളിൽ നിന്നാണ് ഈ MDMA പോലെയുള്ള മയക്കുമരുന്നുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ഏറ്റവും കൂടുതൽ കേരളത്തിലെത്തിയത്. ഈ അടുത്ത കാലത്താണ് കൂടുതൽ, ഒരു 10 കൊല്ലത്തിന് ഇങ്ങോട്ടാണ് ഏറ്റവും കൂടുതൽ ഉണ്ടായത് നമുക്ക് പറയാൻ വേണ്ടി പറ്റൂ. അതിന് മുമ്പ് അങ്ങനെയല്ല. അതൊക്കെ മറ്റുള്ള അവരെന്താണെങ്കിലും ഈ അന്യസംസ്ഥാന തൊഴിലാളികൾക്ക് ഈ മയക്കുമരുന്നില്ലാതെ പണിയെടുക്കാൻ വേണ്ടി പറ്റില്ല. ഏതെങ്കിലും ഒരു പ്രവൃത്തികൾ അവർ ചെയ്തുകൊണ്ടിരിക്കും. അവരിലൂടെയാണ് ഘട്ടമായ രീതിയിൽ ഇങ്ങോട്ട് വയ്ക്കുക. അപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇപ്പോൾ തമിഴ്നാടും കർണാടകയായിട്ട് ബന്ധപ്പെട്ട് വിപുലമായ രീതിയിൽ ഈ മയക്കുമരുന്ന് മേഖലയിൽ പ്രവർത്തിക്കുന്ന ആളുകളെ പിടികൂടാനുള്ള സംവിധാന കാര്യങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. നമ്മൾ പത്രത്തിലൊക്കെ വായിച്ചതാണ്. ആ റിപ്പോർട്ടുകളൊക്കെ പ്രാധാന്യത്തോടു കൂടി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെ ലിസ്റ്റ് എടുത്ത് നോക്കുന്ന സമയത്ത്, അതായത് അന്യ സംസ്ഥാന തൊഴിലാളികൾ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എവിടെയൊക്കെയാണ് എന്ന ലിസ്റ്റ് പരിശോധിച്ചാൽ അതിൽ കൊടുവള്ളിയുടെ പേരില്ല. അപ്പോൾ പിന്നെ എന്തിനാണ് ആ പേര് വെക്കുന്നത്? അപ്പോൾ അന്യസംസ്ഥാന തൊഴിലാളികൾ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതലുള്ള. ഏകദേശം 1.5 ലക്ഷം അന്യസംസ്ഥാന തൊഴിലാളികളെങ്കിലും പെരുമ്പാവൂരിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉണ്ട് എന്നാണ്. കാക്കനാട്, ആലുവ, അങ്കമാലി, കളമശ്ശേരി, ചേർത്തല, കഞ്ചിക്കോട്, കരുനാഗപ്പള്ളി, മട്ടന്നൂർ, കരിപ്പൂർ, ഇങ്ങനെ അത് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൽ കൊടുവള്ളിയുടെ പേരില്ല. അപ്പോൾ ഈ അന്യസംസ്ഥാന തൊഴിലാളികൾ കൂടുതലില്ലാത്തത് കൊണ്ട് മയക്കുമരുന്ന് അത്ര തന്നെ ഇങ്ങോട്ട് ഉണ്ടായിക്കൊള്ളുന്നില്ല. ഇവിടെ ഇല്ല എന്നോ ഒറ്റപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നില്ല എന്നൊന്നുമല്ല. അത് പോലീസ് പരിശോധിക്കാറുണ്ട്, പിടിക്കാറുണ്ട്, അറസ്റ്റ് ചെയ്യാറുണ്ട്, നിയമ നടപടികൾ അത് പോയും വേണം. പ്രതികളെ പിടികൂടണമെന്ന കാര്യത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങളൊന്നുമില്ല. പക്ഷേ ഒരു നാടിനെ മൊത്തത്തിൽ ഈ പേര് ചേർക്കുന്ന സമയത്ത് അതിന് അതിൻ്റേതായിരിക്കുന്ന പ്രയാസങ്ങളുണ്ടാവും. അത് മറ്റുള്ള ഈ ജില്ല വിട്ടിട്ടോ മറ്റുള്ള പ്രദേശത്തേക്കോ പോകുന്ന സമയത്ത് കൊടുവള്ളിക്കാർ എന്ന് പറയുമ്പോൾ അത് ഒരു മയക്കുമരുന്ന് ശൃംഖലയായിട്ട് ബന്ധപ്പെട്ടതാണ്, അത് അവാലിയായിട്ട് ബന്ധപ്പെട്ടവരാണ്, പൊട്ടിക്കുന്നവരായിട്ട് ബന്ധപ്പെട്ടാണ്, അങ്ങനെ ഇത് തട്ടിപ്പ് പരിപാടി നടത്തുന്നവർ, ഭീകര പ്രവർത്തനം, അങ്ങനെ ഈ ചാനലുകാർ പറയുന്ന ഈ ചാനൽ ഒരു റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ റിപ്പോർട്ട് കാലാകാലം നിലനിൽക്കും, അത് മാഞ്ഞു പോകുന്നില്ല. അപ്പോൾ ആ റിപ്പോർട്ട് ഇങ്ങനെ ഓരോരോ വർഷം കഴിയുന്ന സമയത്ത് അല്ലെങ്കിൽ ഓരോരോ മാസം കഴിഞ്ഞ് റിപ്പീറ്റായി ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ നാടിനൊരു ചീത്തപ്പേരാണ്. ഇങ്ങനത്തെ ഒരു സ്ഥിതി ഉണ്ടാകുന്ന സമയത്ത് ഇതിൽ ജനങ്ങൾ ഇളകേണ്ടതുണ്ട്, അഭിപ്രായം പറയേണ്ടതുണ്ട്, സത്യം അറിയേണ്ടതുണ്ട്, സത്യം അന്വേഷിക്കേണ്ടതുണ്ട്. ആ PK ഫിറോസിൻ്റെ മൗനം വെടിയുന്നുണ്ട്. ഫിറോസ് അത് ആഭ്യന്തര വകുപ്പുമായിട്ട് ബന്ധപ്പെട്ട് അന്വേഷിച്ചിട്ട് അതിൻ്റെ യാഥാർത്ഥ്യം ജനങ്ങളോട് പറഞ്ഞു കൊടുക്കേണ്ടത്. വെറുതെ ജയിപ്പിച്ചൊന്നുമല്ല, അങ്ങനെ ജയിപ്പിച്ച് വെറുതെ പോയതൊന്നുമല്ല. അത് ഇത്തരം വിഷയങ്ങൾ നാടുമായിട്ട് ബന്ധപ്പെട്ട വിഷയം ഉണ്ടാകുന്ന സമയത്ത് അതിൻ്റെ കാര്യകാരണത്തെക്കുറിച്ച് കൃത്യമായ രീതിയിൽ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിട്ട് ജനങ്ങൾക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്ന് ഫിറോസിനോ മുനിസിപ്പാലിറ്റിക്കോ ബന്ധപ്പെട്ടവർക്കോ രാഷ്ട്രീയ പാർട്ടികൾക്കോ മാറി നിൽക്കാനൊന്നും പറ്റില്ല. അപ്പോൾ ഇതിൽ പറയുന്നത് ഇതിൽ യാഥാർത്ഥ്യവുമായിട്ട് യാതൊരു ബന്ധവുമില്ല.
ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തിൽ ഒരു പക്ഷേ കൊടുത്തിട്ടുണ്ടാവും. ആഭ്യന്തര വകുപ്പിൻ്റെ കൈവശത്തിൽ ഏതിൻ്റെ അടിസ്ഥാനത്തിൽ, സംസ്ഥാന അടിസ്ഥാനത്തിലൊക്കെ നോക്കുകയാണെങ്കിൽ ഏറ്റവും കൂടുതൽ കേസ് രജിസ്റ്റർ ചെയ്തത് ഈ MDMA പോലെയുള്ളതായിട്ട് രജിസ്റ്റർ ചെയ്യപ്പെട്ടതിൽ പെരുമ്പാവൂരാണ് ഏറ്റവും കൂടുതലുള്ളത്. ഇങ്ങനെ പോകുന്നുണ്ട്. അതിലൊന്നും കൊടുവള്ളിയുടെ പേരില്ല. 10 25 ലിസ്റ്റ് എടുത്ത് നമ്മൾ പരിശോധിച്ചാൽ, പോലീസ് സ്റ്റേഷൻ എടുത്ത് പരിശോധിച്ചാൽ ഇല്ലാത്ത ഒരു നാടിൻ്റെ പേര് ഏറ്റവും കൂടുതൽ കേരളത്തിൽ നടക്കുന്നത്, ഈ മോശപ്പെട്ട പ്രവൃത്തി നടക്കുന്നത് കൊടുവള്ളിയിലാണ് എന്ന് മീഡിയ റിപ്പോർട്ട് ചെയ്യുന്നു. അത് ആഭ്യന്തര വകുപ്പ് കേന്ദ്രത്തിന് കൊടുക്കുന്നു എന്ന് പറഞ്ഞാൽ നാടിനെ മോശമാക്കാൻ വേണ്ടി ചെയ്ത പ്രവൃത്തിയുടെ ഭാഗമായിട്ട് എന്നല്ലാതെ അതിനപ്പുറം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് ഒന്നുമില്ല. ഉണ്ടെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ അന്വേഷിക്കുകയും അതിൻ്റെ യാഥാർത്ഥ്യത ബോധ്യപ്പെടുത്തി കൊടുക്കുകയും ജനങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് ബോധവൽക്കരണം നൽകുകയും ചെയ്യണം. നമ്മൾ സംസ്ഥാനത്ത് ഏറ്റവും ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ 1ാം സ്ഥാനത്താണ് എന്ന് മുനിസിപ്പാലിറ്റി പറയട്ടെ, MLA പറയട്ടെ, അല്ലെങ്കിൽ ബന്ധപ്പെട്ട അധികാരികൾ പറയട്ടെ. അങ്ങനെ ആ സമയത്ത് വിശ്വസിക്കാൻ പറ്റും. ഇത്ര കേസുകൾ കൊടുവള്ളി രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. FIR രജിസ്റ്റർ ചെയ്തിട്ടാണെങ്കിൽ അവിടെ തന്നെ ഉണ്ടാവില്ല, പോലീസ് സ്റ്റേഷനിൽ ഉണ്ടാവില്ല, എങ്ങോട്ട് പോയില്ല. ഇന്ന കേസുമായിട്ട് ബന്ധപ്പെട്ടതാണ്, ഇത്ര ഉണ്ട്. അത് കേരള സംസ്ഥാനത്ത് ഏറ്റവും കൂടുതലാണ്, കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും കൂടുതലാണ്. അങ്ങനെ പറയുന്ന സമയത്ത് ഓക്കെ, അത് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. ഇത് ഒന്നുമില്ലാതെ, ഒരു തെളിവുമില്ലാതെ, ഒരു അടിസ്ഥാനമില്ലാതെ, ഒരു രേഖ പരിശോധിച്ചിട്ടും ഈ പോലീസിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ട് പോലും കാണാൻ പറ്റുന്നില്ല. കേരള പോലീസിൻ്റെ വെബ്സൈറ്റ് പരിശോധിച്ചിട്ട് കൊടുവള്ളിയുടെ പേര് കാണുന്നില്ല. പിന്നെ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് പറഞ്ഞത് എന്നുള്ള കാര്യം നമ്മൾക്ക് ഇപ്പോഴും ഒരു തരത്തിലും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം.